നമസ്കാരം, ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള കടമനട്ടയിലെ അർജുനൻ്റെ വീട്ടിലെ ഗപ്പികളുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഏകദേശം 25ഓളം വെറൈറ്റി ഗപ്പികളെയാണ് അർജുൻ ഇവിടെ പരിപാലിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അർജുൻ്റെ വീട്ടിലെ ഗപ്പികളെ, അതോടൊപ്പം തന്നെ വിവിധ രീതിയിലുള്ള കുള നിർമ്മാണ രീതികളെക്കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കാം. ഗപ്പി വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഞാൻ ചെയ്തേക്കുന്ന ആദ്യം നമ്മൾ ചെയ്തേക്കുന്ന ചെറിയൊരു പാത്രങ്ങളിലായിട്ടാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലായിട്ടാണ് നമ്മൾ ആദ്യം ഗപ്പി വളർത്തി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തേക്കെന്ന് പറഞ്ഞാൽ എടുത്തേക്കുന്ന ഐറ്റം പർപ്പിൾ മൊസൈക്ക് ഐറ്റമാണ് ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ആദ്യം ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടി. അപ്പോൾ നമുക്കതൊന്ന് വളർത്തി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് വളർത്തി അത്യാവശ്യം കുഞ്ഞുങ്ങളായി വലുതായി കഴിഞ്ഞപ്പോഴത്തേന് മേടിക്കാൻ ആൾക്കാർ വന്നു. അപ്പോൾ നമുക്കത് ഇച്ചിരി വലുതാക്കി എടുത്തോളാം എന്നുള്ളൊരു രീതിയിലാണ്. പിന്നെ നമ്മൾ കുറച്ച് ആദ്യം പിന്നെ അത് ഫ്രിഡ്ജിൻ്റെ ബോക്സ് എടുത്തത്. നമ്മൾ ഫ്രിഡ്ജിൻ്റെ ബോക്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് സെറ്റ് ചെയ്തിട്ട് ആദ്യം പിന്നെ ഫ്രിഡ്ജിൻ്റെ ബോക്സിലോട്ടാക്കി നമ്മളത് പാത്രത്തിൽ ആദ്യം അതിന് സ്പേസ് പോരാൻ തോന്നിയപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ബോക്സിലോട്ടാക്കി. നമ്മൾ ആക്രി കടയിൽ നിന്നൊക്കെ ഫ്രിഡ്ജിൻ്റെ ബോക്സ് കിട്ടും. ഫ്രിഡ്ജിൻ്റെ ബോക്സ് മേടിച്ച് ആദ്യം കുറച്ച് പണിയുണ്ട്. അതിൻ്റെ ഹോളുകളും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ഒരു 2-3 ദിവസം വെള്ളം നിറച്ചിട്ടിട്ട് ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ഫ്രിഡ്ജിൻ്റെ ബോക്സ്. പിന്നെ നമ്മളത് തുടക്കക്കാർക്കൊക്കെ ഫ്രിഡ്ജിൻ്റെ ബോക്സ് വളർത്തി നമുക്ക് നല്ല രീതിയിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ബോക്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പിന്നെ നമുക്ക് ഗപ്പികൾ കൂടുതൽ ഒരുപാട് സ്ട്രെയിൻ എടുക്കാൻ തുടങ്ങിയാണ്. ഒരുപാട് പുതിയ വെറൈറ്റികൾ എടുക്കാൻ തുടങ്ങി. അപ്പം അതിന് സ്ഥലം പോരാന്ന് തോന്നി. അപ്പോൾ സ്ഥലം പോരാൻ തോന്നിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഒരു ജസ്റ്റ് ഒരു കുളം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ആ കുളം നമുക്ക് ഏകദേശം ഒരു ശകലം കഷ്ടപ്പാടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട് വെച്ചിട്ട് കുളങ്ങളുണ്ടാക്കി. ഓട് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് വലിയ ചിലവും കാര്യങ്ങളും വരുന്നില്ല. അതിനകത്ത് ഷീറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഷീറ്റിനൊരു അത്യാവശ്യം നല്ല റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000 രൂപ അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത് ഷീറ്റിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് സെപ്പറേറ്റ് ചെയ്തിടാൻ തുടങ്ങിയത്. ഈ ബ്രീഡിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അതായത് സൺബാക്ക് ഷീറ്റ് എന്ന് പറഞ്ഞ ഷീറ്റുണ്ട്. ആ ഷീറ്റ് നമുക്ക് ഒരു ഏകദേശം ഒരു 120 രൂപ റേഞ്ച് വരുന്നത്. ആ ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ ഈ മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ചെയ്തിടും. ഇപ്പം നമുക്ക് ഏകദേശം നമുക്ക് വന്നേക്കുന്ന ഒരു 25 വെറൈറ്റി ഏകദേശം ഗപ്പികൾ ഉണ്ട്. ഒരു 14 ഹോൾസെയിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ എത്ര കുളങ്ങളുണ്ട് ഗപ്പിക്ക് വേണ്ടിയിട്ട്? നമുക്കിപ്പോൾ ഒരു 14-15 ടൈപ്പ് കുളങ്ങളുണ്ട്. ആ കുളങ്ങളെല്ലാം ഓരോ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് ഓട് വെച്ചിട്ട്, ഒന്ന് സാധാ ഒരു ബോക്സ് വെച്ചിട്ട്, പിന്നെ ഒന്ന് തടി വെച്ചിട്ട്, പിന്നെ ഒന്ന് സൺബാക്ക് ഷീറ്റ് വെച്ചിട്ട് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഗപ്പിയുടെ ബ്രീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ അകത്ത് മെയിൻ ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ ബ്രീഡിംഗ് ബോക്സ് വെച്ചിട്ടേ പറ്റത്തുള്ളൂ. ബ്രീഡിംഗ് ബോക്സ് വെച്ചാലേ അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് കഴിക്കും, പെട്ടെന്ന് ചത്തുപോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ബ്രീഡിംഗ് ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ അത്യാവശ്യം മെയിലും ഫീമെയിലും കുഞ്ഞുങ്ങളുണ്ടാക്കി കഴിയുമ്പോൾ അത് വെളിയിലോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളെ കിട്ടും. ഇവിടുത്തെ ഗപ്പിയുടെ ഫുഡ് ഏതൊക്കെ ടൈപ്പാണ് കൊടുക്കുന്നത്? നമുക്കൊരു 4-5 ടൈപ്പ് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഞാൻ ലൈവ് ഫുഡ് കൊടുക്കുന്നുണ്ട്. ലൈവ് ഫുഡ് എന്ന് പറഞ്ഞാൽ മൊയിന എന്ന് പറഞ്ഞ ഫുഡ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൾച്ചർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആർട്ടിമ എഗ്ഗ് വിരിയിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലേക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊഞ്ചോടി കൊടുക്കുന്നുണ്ട്. പിന്നെ കൂത്താടി. അതുപോലെ നമ്മുടെ ഫിഷ് ഫാമിൽ ഗപ്പിയുടെ ബ്രീഡിങ് എങ്ങനെയാണ്? നമ്മൾ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ പായലും കാര്യങ്ങളിട്ട് ചെയ്യുന്നുണ്ട്. ബ്രീഡിംഗ് ബോക്സിൻ്റെ അകത്താണെങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങളെ കൂടുതൽ കിട്ടും. പായലിനകത്തിൽ അത്യാവശ്യം കിട്ടും. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്.
നമ്മളത് കുഞ്ഞുങ്ങളുണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫീഡ് ചെയ്യും. 15 ദിവസം ആർട്ടീമയെ വെച്ചിട്ട് വിരിയിച്ചിട്ട് ഫീഡ് ചെയ്യും. ആ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോഴത്തേന് അത്യാവശ്യം ഒരു ഗ്രോത്ത് കിട്ടി കഴിഞ്ഞിട്ടാണ് നമ്മളതിനെ സെപ്പറേറ്റ് പിന്നെ മാറ്റിയിടുന്നത്. പിന്നെ മാറ്റിയിട്ടെടുത്തിട്ട് നമ്മൾ സാധാരണ ഫുഡ് മൊയിനെയും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ പിന്നെ അത്യാവശ്യം വളർന്നു കഴിയുമ്പോഴത്തേനും മെയിലിനെ ഫീമെയിലും ഞാൻ സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു പേരൻറ്റ് സ്റ്റോക്കിന് അയച്ച് ബ്രീഡിങ് കഴിഞ്ഞിട്ട് വീണ്ടും എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെ കൊണ്ട് തന്നെ അടുത്ത ബ്രീഡിങ് ആരംഭിക്കുന്നത്? നമ്മൾ മാക്സിമം 30 ദിവസം, 30, 20, ചില ഓരോ വെറൈറ്റി ഇതിൻ്റെ അനുസരിച്ച് ചിലത് 20 അല്ലെങ്കിൽ 30. നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി നോട്ട് ചെയ്തിടുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ലതായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഏതൊക്കെ ഗപ്പീസാണ് നമ്മുടെ ഫിഷ് ഫാമിലുള്ളത്? നമ്മുടെ വരുന്ന വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് എക്സ്ഡോ വരുന്നുണ്ട്, പിന്നെ ജെറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്, ബ്രസീലിയൻ റെഡ് വരുന്നുണ്ട്, ഫുൾ ഗോൾഡ് വരുന്നുണ്ട്, പിന്നെ ചില്ലി മൊസൈക്ക് ഡംബോയർ വരുന്നുണ്ട്, എമറാൾഡ് ഗ്രീൻ വരുന്നുണ്ട്, പർപ്പിൾ മൊസൈക്ക് വരുന്നുണ്ട്, ഫുൾ റെഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരു 10-25 ഏകദേശം വെറൈറ്റികൾ വരുന്നുണ്ട്. നമ്മുടെ ഫിഷ് ഫാമിൽ ഇപ്പോൾ ഗപ്പിക്ക് ഏത് വെറൈറ്റിക്കാണ് ആവശ്യക്കാർ കൂടുതൽ? ഡംബോയർ എന്ന് പറയും ഐറ്റത്തിനാണ് അത്യാവശ്യക്കാർ ഏറ്റവും കൂടുതൽ. അതിൻ്റെ ഇയറാണ് നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നത്. അത് പേരിന് എത്ര രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? അത് നമുക്ക് 200 രൂപ തൊട്ട് റേഞ്ച് വരുന്നുണ്ട്. 200 തൊട്ട് 250. അത് ക്വാളിറ്റിയുടെ അനുസരിച്ചാണ്, ഓരോരുത്തർക്കും ഓരോ റേറ്റാണ്. പുതിയതായിട്ടൊരാൾ ഗപ്പി ബ്രീഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏത് വെറൈറ്റി വെച്ചിട്ട് തുടങ്ങുന്നതാണ് നല്ലത്? നമുക്കത് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വൈറ്റ് എക്സിഡോ, ജെറ്റ് ബ്ലാക്ക്, എമറാൾഡ് ഗ്രീന്, അങ്ങനെയൊക്കെ അത്യാവശ്യം. ആൽബിനോ സീരീസ് നമുക്ക് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ചെയ്യുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ കിട്ടുന്നവരുണ്ട്. അത് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ കഴിക്കുന്നൊരു ഐറ്റമാണ് ആൽബിനോ ഫുൾ റെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗപ്പിക്ക് പൊതുവേ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഏത് രീതിയിലുള്ള കുളങ്ങളാണോ, അല്ലെന്നുണ്ടെങ്കിൽ കുളങ്ങളാണോ, അതുകൊണ്ടാണ് ഫ്രിഡ്ജ് ബോക്സ് ആണോ, ഏതാണ് എങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്? ഞാനിപ്പോൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഒരു 4-5 രീതി ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്രിഡ്ജ് ബോക്സ് വെച്ചിട്ട്, പിന്നെ ഒന്ന് ഓട് വെച്ചിട്ട്, പിന്നെ ഒന്ന് ഷീറ്റ് വെച്ചിട്ട്, സ്ഥലത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും തീരുമാനിക്കുന്നത്. ഗപ്പിക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വളരാൻ ഏറ്റവും കൂടുതൽ സ്പേസാണ് വേണ്ടത്. നമുക്ക് ആഴമല്ല വേണ്ടത്, സ്പേസിൻ്റെ അകത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളും നമുക്ക് കിട്ടും മീൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കുളങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ അടിഭാഗങ്ങൾ നന്നായിട്ട് തന്നെ ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കത് പിന്നെ ഈ ഇറങ്ങേണ്ട കുളങ്ങളാണെങ്കിൽ നമുക്കതിനകത്ത് ഈ കല്ല് കൊണ്ട് കയറി അങ്ങനെ ടാർപ്പാക്കി ഇടിയുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് പറ്റും. പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തതാണെങ്കിൽ അത്യാവശ്യം ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ നിന്നിട്ട് മീനെ പിടിക്കും. അത് നമുക്കതിനകത്ത് വലിയ ഒത്തിരി ചെയ്യേണ്ട, എന്നാലും ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് ചെയ്യണം. നമ്മളതുപോലെ തന്നെ ഈ മീൻ എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് ഒക്കെ നന്നായിട്ടിരിക്കും. പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ ഒരാൾ മീനെ മേടിച്ചുകൊണ്ട് പോകുന്നെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അവരുടെ വെള്ളത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ആദ്യം കല്ലുപ്പ് ഇട്ടിട്ടാണ് മീനെ ഇറക്കി വിടുന്നത്. പിന്നെ അതുപോലെ നമ്മളൊരു 10-15 മിനിറ്റ് മീനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടാണ് മീൻ ഇറക്കി വിടുന്നത്. നമുക്ക് ഒറ്റയടിക്ക് മീനെ ഇറക്കി വിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കാരണം മീൻ ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ കൊണ്ടുവന്ന അതേ പാക്കിങ് വെച്ചിട്ട് തന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീനെ ഇറക്കി വിടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറഞ്ഞാൽ കൂടുതൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നല്ലൊരു ഇതായിരിക്കും. മീൻ നാച്ചുറലായിട്ട് കിട്ടാനുള്ള ഇത് കൂടുതലായിരിക്കും. പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജനും കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്ന ഇതായിരിക്കും.